സാബിത് നാസറിനെ 10 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. അങ്കമാലി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കും. 10 ദിവസത്തെ കസ്റ്റഡിയാണ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രതിയെ കസ്റ്റഡിയിൽ ലഭിച്ചാൽ വിശദമായി ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ്. വിവരങ്ങളുമായി ചേതൻ സാജൻ ചേരുന്നുണ്ട്. ചേതൻ, ഇനി എന്തൊക്കെയായിരിക്കും തുടർ നടപടികൾ? വർഷ, ഈ അവയവക്കടത്ത് കേസിലാണ് ഇപ്പോൾ ഈ തൃശൂർ വലപ്പാട് സ്വദേശിയായിരുന്ന പ്രതി ഈ സാബിത് നാസറിനെ ചോദ്യം ചെയ്തതിനായി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. 10 ദിവസത്തേക്കാണ് ഇപ്പോൾ കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. ഈ അങ്കമാലി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഇനി പ്രതി സാബിത്തിനെ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യുന്നതായിരിക്കും. ഈ ഇറാനിലേക്ക് അവയവക്കടത്ത് നടത്തിയതിനായി അറസ്റ്റിലായ ഈ തൃശൂർ സ്വദേശി സാബിത് നാസറിനെ തിങ്കളാഴ്ചയാണ് ഈ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത്. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചതായും നെടുമ്പാശ്ശേരി പോലീസ് അങ്കമാലി കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. ഈ അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് ഇറാനിലെത്തിയ ഈ 20 പേരിൽ ഒരാൾ പാലക്കാട് തിരുനെല്ലായി സ്വദേശി ഷമീർ ആണെന്ന് ഈ സാബിത്ത് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു. ഈ ഷമീറിനെ അന്വേഷിച്ച് പോലീസ് ഈ പാലക്കാട് എത്തിയെങ്കിലും ഇയാൾ ഈ പാസ്പോർട്ടുമായി 1 വർഷം മുമ്പ് തന്നെ നാട് വിട്ടു എന്നുള്ള വിവരമാണ് ഈ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ഈ കൂടുതൽ മലയാളികൾ ഇരയാക്കപ്പെട്ടിട്ടുള്ളൂ എന്ന കാര്യങ്ങളടക്കം ഇനി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പുറമെ ഈ ആന്ധ്ര, കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ആളുകളെ ഇറാനിൽ എത്തിച്ചതായി പോലീസിന് വിവരവും ലഭിച്ചിട്ടുണ്ട്. കൊച്ചി വിമാനത്താവളത്തിൽ ഈ പിടിക്കപ്പെട്ട ഈ പ്രതി സാബിത്ത് ഈ അവയവ മാഫിയ സംഘത്തിലെ ഏറ്റവും അവസാനത്തെ കണ്ണിയാണെന്നാണ് പോലീസ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ നടത്തിയ അന്വേഷണം ഒരു ഹൈദരാബാദിലെ ഒരു ഡോക്ടറിലേക്കാണ് നീങ്ങുന്നതെന്നാണ് നമുക്ക് കിട്ടിയ ഏറ്റവും പുതിയ വിവരം. ഇയാളാണ് ഇന്ത്യയിലെ ഈ അവയവക്കടത്ത് മാഫിയയുടെ മുഖ്യ ഏജന്റ് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. നമുക്കറിയാം ഈ UN രാജ്യങ്ങളിൽ ഈ അവയവ കച്ചവടം നിയമം മൂലം അനുവദിക്കുന്ന ഏക രാജ്യം ഈ ഇറാനാണ്. ഈ വൃക്ക, കരളടക്കം ഇതുപോലെ അടക്കം 24 മനുഷ്യ അവയവങ്ങളുടെ കച്ചവടം ഈ ദാതാവിന്റെ സമ്മതത്തോടുകൂടി ഇറാനിൽ അനുവദിച്ചിട്ടുണ്ട്. ഈ സ്വാഭാവികമായും ഈ അവയവ കച്ചവട റാക്കറ്റിന്റെ മുഖ്യ കണ്ണിയായ ഈ ഇൻഷുറൻസ് കമ്പനികൾ, ഏജന്റുമാരുടെ പ്രവർത്തനം ഇറാനിലെ ആശുപത്രികൾ കേന്ദ്രീകരിക്കാനും ഇതാണ് കാരണം. നമുക്ക് ഇപ്പോഴത്തെ ഈ ഇറാനിലെ രാഷ്ട്രീയ അന്തരീക്ഷം പരിശോധിച്ചാൽ അറിയാം. അവിടുത്തെ ഇറാനിലെ പ്രസിഡന്റൊക്കെ ഈ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായും ഈ കേസ് അന്വേഷണം ഇറാനിലേക്ക് നീളുന്നതിനാൽ നയതന്ത്ര ബന്ധങ്ങളെ അത് ബാധിക്കരുതെന്നുള്ള കർശനമായ നിർദ്ദേശം ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കും അതുപോലെ തന്നെ ഈ കേസ് അന്വേഷിക്കുന്ന സംസ്ഥാന അന്വേഷണ ഏജൻസികളൊക്കെ നിർദ്ദേശം നൽകിയതായും നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. ഇനി ഈ പിടിയിലാക്കപ്പെട്ട സാബിത്തിനെ വിശദമായി ചോദ്യം ചെയ്ത് ഈ സാബിത്തിന് എവിടെ നിന്നാണ് ഈ പൈസ ലഭിക്കുന്നത്, അതുപോലെ തന്നെ ആരൊക്കെയാണ് ഇയാൾ വിദേശത്തേക്ക് കടത്തിയത്, അവരുടെ വിവരങ്ങൾ അടക്കം ഇനി പുറത്തു വരുന്നുണ്ട്. വർഷ, മാത്രമല്ല ചേതൻ പറഞ്ഞതുപോലെ തന്നെ ഹൈദരാബാദിലെ ഒരു ഡോക്ടറിലേക്കാണ് ഈ അന്വേഷണം നീളുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചേതൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ആരോഗ്യ സ്ഥാപനങ്ങളിലേക്കടക്കം ഈ അന്വേഷണം നീളുന്നുണ്ടോ? ഏതെങ്കിലും ആശുപത്രികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പങ്കുണ്ടോ? അതിനെപ്പറ്റി എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? വർഷ, നിലവിൽ ഇത് ഈ സാബിത് നാസർ പിടിക്കപ്പെടാൻ മുഖ്യ കാരണം ഈ IBയുടെ രഹസ്യാന്വേഷണ സംഘത്തിന്റെ ഏറെ നാൾ ഇയാൾ നിരീക്ഷണത്തിലായിരുന്നു. സ്വാഭാവികമായും പല അന്വേഷണ ഏജൻസികളും ഇതിൽ ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. ദേശീയ കുറ്റാന്വേഷണ ഏജൻസി നേരിട്ട് ഇടപെട്ടില്ലെങ്കിലും അവരൊക്കെ സ്ഥിതിഗതികളൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്. സ്വാഭാവികമായും നമ്മൾ ഈ കാര്യങ്ങളടക്കം പോലീസിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇപ്പോൾ ഈ സമയത്ത് അത് വെളിപ്പെടുത്താനാവില്ല. കാരണം നിരവധി അന്വേഷണ ഏജൻസികൾ ഇൻവോൾവ് ആയ സ്ഥിതിക്ക് പോലീസിന് പല കാര്യങ്ങളും പറയുന്നതിൽ വെളിപ്പെടുത്തുന്നതിൽ ചില പരിമിതികളുണ്ട്. സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ ഈ വർഷയുടെ ചോദ്യത്തിന് ഉത്തരം ലഭിക്കുന്നതായിരിക്കും.